ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിഡ്ലൻ സ്നാക്കിൻ്റെയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള 3 ചേരുവ മാത്രം മതിയാവും. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കൂടുതൽ ടൈം അതിൻ്റെ പിന്നാലെ നിൽക്കുകയും ചെയ്യേണ്ട. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പാത്രം കാലിയാവുകയും ചെയ്യും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പ്, പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഏലക്കാപ്പൊടി നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് മിക്സ് ആക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേ ടൈം എടുത്തിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടി പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിയ ബോൾസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബോൾസാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ഓരോരോ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം ഉൾഭാഗം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുഴച്ചെടുത്തത് കാരണം ഏകദേശം പൊടിയൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി എണ്ണയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവുമ്പോൾ കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വലിയ ബോൾസാക്കി ആവുമ്പോൾ ചിലപ്പോൾ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉൾഭാഗമൊക്കെ. അപ്പോൾ ഈ ഒരു സ്നാക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഉള്ളിൽ തേങ്ങയും മധുരമൊക്കെ ഉള്ളത് കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ടാണെന്നൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.